ഹല്ലേലൂയ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആറാം പ്രമാണത്തിൻ്റെ ലംഘനം. ആറാം പ്രമാണം: വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിംഗ് കാണുക, അശുദ്ധ പാപങ്ങൾ, കണ്ണുകട ആസക്തി, ജഡികാസക്തി, ഭോഗാസക്തി, കാമാസക്തി. അങ്ങനെ ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് ശരിക്കും ഒരു പൈശാചിക ബന്ധനമാണ്. ജഡത്തിൻ്റെ ആസക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് ശരിക്കും ഒരു തിന്മയുടെ ബന്ധനമാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 11-12 വചനം ഇങ്ങനെ പറയുന്നു: വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും, തടിക്കഷത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. വീഞ്ഞ്, പുതുവീഞ്ഞ്, മദ്യം സുബോധത്തെ നശിപ്പിക്കും. തടിക്കഷം അതായത് വിഗ്രഹത്തോട് എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനം അരുളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. പരസംഗം, അതിനുവേണ്ടി ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു എന്നാണ് പറയുന്നത്. വ്യഭിചാരത്തിൻ്റെ ആത്മാവ് ചില വ്യക്തികളിൽ ഉണ്ട്. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, സ്വയംഭോഗത്തിൻ്റെ ദുരാത്മാവ്, കണ്ണുകളുടെ ആസക്തിയുടെ ദുരാത്മാവ്, ജഡികാസക്തിയുടെ കാമവികാരങ്ങളുടെ ദുരാത്മാവ്, അശുദ്ധിയുടെ ദുരാത്മാക്കളുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 5-4 തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുവാൻ അവർക്ക് അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. അതായത് ദൈവത്തിൻ്റെ അടുത്തേക്ക് അവർക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. വ്യഭിചാരത്തിൻ്റെ ആത്മാവ് അവരിൽ കുടികൊള്ളുന്നു. അതുകൊണ്ടെന്താ? അവർക്ക് കർത്താവിനെ അറിയത്തില്ല. ഇത് ശരിക്കും ഒരു സ്പിരിറ്റാണ്. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ഒരു ഈവിൾ സ്പിരിറ്റാണ്. ഇതൊരു വ്യക്തിയെ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആ പാപത്തിലായിരിക്കും. വ്യഭിചാരം ചെയ്യും, കുമ്പസാരിക്കും, പിന്നെ വ്യഭിചാരം ചെയ്യും. അപ്പോൾ ഈ ദുരാത്മാവിനെ ബഹിഷ്കരിക്കണം. വ്യഭിചാരത്തിൻ്റെ ആത്മാവ്, സ്വയംഭോഗത്തിൻ്റെ മറ്റ് ജഡിക പാപങ്ങളുടെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കണം. അതെങ്ങനെ പറ്റും? അതിന് ഗിഫ്റ്റുള്ള വ്യക്തി പ്രാർത്ഥിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ല പിന്നെ നമ്മൾ ആഗ്രഹിച്ച ശക്തമായ ദൈവസ്തുതി ആരാധനയിൽ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലെ ഇറങ്ങി നമുക്ക് ഡെലിവറൻസ് തരും. അത് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹം പോലെ. അടുത്തൊരു തലം നമ്മൾ വ്യക്തിപരമായിട്ട് ഉപവാസമെടുത്ത് സ്വയം നമുക്ക് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് കുറേയൊക്കെ സാധിക്കും. പക്ഷേ ഏറ്റവും നല്ലത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡെലിവറൻസ് പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആഗ്രഹം വേണം, നമുക്ക് ഒരുക്കം വേണം. ഈ കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റടി വന്ന ഒരു സ്ത്രീ, ഒരു 45 വയസ്സിന് കാണും. ആ സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറയണം, ബ്രദറെ, എനിക്കൊരു വലിയ വിഷയമുണ്ട്. കുറേ പേര് ക്യൂന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ എന്താ ചേച്ചി വിഷയം? അവർ പറയുകയാണ്, നിങ്ങൾക്ക് ഓർക്കും തമാശ ആയിരിക്കുന്നു. തമാശ അല്ല, ഇതിനുമുമ്പ് ഇതുപോലുള്ള കേസ് എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുക, എനിക്ക് ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കത്തില്ല. ഈശോയുടെ ക്രൂശിത രൂപത്തെ എനിക്ക് നോക്കത്തില്ല. നോക്കിക്കഴിഞ്ഞ പ്രശ്നമാണ്. അതായത് ഇവരുടെ ഉള്ളിൽ ജഡത്തിൻ്റെ ആസക്തിയും ചിന്തകളാണ്. ആ സ്ത്രീ പറയുക, എനിക്ക് ആ കുരിശിത രൂപത്തെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ജഡിക ചിന്തകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എനിക്കൊരു ഡെലിവറൻസ് വേണം, എനിക്കിതിനകത്തുനിന്ന് രക്ഷപ്പെടണം. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു പീഡയിലാണ്. ഇതിനുമുമ്പ് ഇതുപോലെ ഉള്ള കേസ് എൻ്റെ അടുക്കൽ ഇതിനുമുമ്പ് നമ്മുടെ താമസമുള്ള ധ്യാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സ്ത്രീ പറയുക, എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പം തന്നെ ഞാൻ ചോദിച്ചു, ചേച്ചി ചെറുപ്രായത്തിൽ ചേച്ചിയെ ഇപ്പം വിവാഹിതമാണ്, മക്കളൊക്കെ ഉണ്ട്, മക്കളൊക്കെ പഠിക്കുകയോ ജോലിയൊക്കെ ആയി. ഞാൻ ചോദിച്ചു, ചെറുപ്രായത്തിൽ ചേച്ചി ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചെറുപ്രായത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ചെയ്തത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ടവരൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ ചെറുപ്പത്തിലെ വീണുപോയി. പിന്നെ ഒരു ആസക്തി, എവിടെ നോക്കിയാലും കണ്ണിൻ്റെ ആസക്തിയാണ്. 55 വയസ്സുള്ള സ്ത്രീ ഇപ്പോഴും വിഷമിക്കുക. ഞാൻ ശരിക്ക് ഡെലിവറൻസിനൊക്കെ പ്രാർത്ഥിച്ചാൽ വിട്ടത്. ഹല്ലേലൂയ. ശരിക്കും ആ തിന്മയുടെ ആത്മാവ് അവരുടെ ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ
വ്യാപരിക്കുക. ഇത് ഡെലിവറൻസ് നടക്കണം. വ്യഭിചാരത്തിന്റെ ആത്മാവ് അവർ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നില്ല. വേണമെന്ന് നമുക്ക് ശക്തമായൊരു വിടുതൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഈ കൺവെൻഷനൂടെ കിട്ടണം. വലിയൊരു ഉയർച്ച, അഭിവൃദ്ധി, അനുഗ്രഹം, ആത്മീയ അഭിഷേകം, കൃപാവരങ്ങൾ എല്ലാം നമുക്ക് പ്രാപിക്കണം. വേണമെന്ന് ആഗ്രഹമുള്ളത് കൈവീശ് കാണിച്ച് ഉറപ്പാ കർത്താവ് ഈ കൺവെൻഷൻ വാരിക്കൊരു തരാൻ പോവാ. ഹല്ലേലൂയ. ഈ വാരിക്കൊരു തരാന്ന് ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം എന്നറിയോ, ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഒരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ആ പള്ളിയിൽ പോയിരുന്നു. അപ്പം ഇപ്പുറത്തെ ഇവിടെ ആരാധന വെച്ചിട്ടുണ്ടെന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. ഇടയ്ക്ക് ഞാൻ അറിഞ്ഞ ആരാധന ഉണ്ട്. അപ്പം ഞാനവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ശക്തമായ മെസ്സേജാണ്. അതായത് ഈ കൺവെൻഷനിൽ ആത്മീയ നന്മകളും ഭൗതിക നന്മകളും വാരി കർത്താവ് വിതറാൻ പോവാന്ന് ഒരു മെസ്സേജാണ്. ചുമ്മാ തല്ലി പറയുന്നത്. ഇവിടെ നിങ്ങൾ ചോദിക്കുന്നൊക്കെ ഈ കൺവെൻഷൻ കർത്താവ് തരാൻ പോവാ. ചോദിച്ചോന്നേ. നമ്മുടെ അപ്പനോട് ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. നമ്മുടെ അപ്പനോട് ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. ചോദിക്കത്തില്ലേ? നമ്മുടെ അപ്പനാരാ? ഒച്ചത്തിൽ പറ. ഉറപ്പാ ഈശോ തന്നെ നമ്മുടെ അപ്പൻ. അപ്പനോട് ചോദിച്ചോന്നേ, അപ്പൻ തരും. വെറും കയ്യോടെ വിടത്തില്ല. ഹല്ലേലൂയ. വ്യത്യസ്തമായ ജഡിക പാപത്തിൻ്റെ ബന്ധനത്തിൽ മുഴുകി ജീവിക്കുന്നവര് തീരുമാനമെടുക്കണം. ഉറച്ച തീരുമാനമെടുക്കണം. ഈ പാപത്തിൻ്റെ വഴി അല്ലെങ്കിൽ തെറ്റായ ഒരു ബന്ധം ഇതെനിക്ക് വേണ്ട. ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ തീരുമാനമെടുത്താൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വിടുതൽ തരും. ഈ തീരുമാനം നിങ്ങൾ എടുക്കണം. ഈ പാപ ജീവിതം, ജഡികമായ ഈ പാപത്തിൻ്റെ ജീവിത വഴി എനിക്ക് വേണ്ട എന്ന ഒരു തീരുമാനം വ്യക്തിപരമായിട്ട് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ എടുക്കുക. 1 കൊരിന്തോസ് 5:9 വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നമ്മൾ ഒഴിവാക്കണം. മദ്യപാനം, വ്യഭിചാരം, മറ്റ് മ്ലേച്ഛ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. അതെന്താ? അവരുമായിട്ട് സമ്പർക്കം അരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം അരുത്. എന്താ കാര്യം? കാര്യമുണ്ട്. അതായത് വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് നീ വന്നാൽ ഒരുപക്ഷെ ആ ദുരാത്മാവ് നിന്നിലേക്ക് കടന്നു വരും. ആ ദുരാത്മാവിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം, പ്രാർത്ഥനയുടെ ശക്തി നിന്നില്ലെങ്കിൽ ആ വ്യക്തിയിലെ അരൂപി നിന്നിലേക്ക് കടക്കും. നിനക്കും അതിൻ്റെ സ്വാധീനമുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. പിടികിട്ടിയോ? ഉണ്ട്. വ്യഭിചാരികൾ, മദ്യപാനികൾ, തോന്നിവാസം ജീവിക്കുന്നവരുടെ കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കണം. അവരെ സ്നേഹിക്കാം, അവർക്കൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം മാനസാന്തരത്തിന് വേണ്ടി. കൂട്ടുകെട്ട് ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വീണ്ടും പറയുന്നു 11-ാം വചനം, പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ. 1 കൊരിന്തോസ് 5:11. അസാൻമാർഗിയോ, അത്യാഗ്രഹിയോ, വിഗ്രഹാരാധകനോ, പരദൂഷകനോ, കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. വീണ്ടും പറയാ, സംസർഗം പാടില്ല. മദ്യപാനികൾ, കള്ളന്മാർ, വിഗ്രഹാരാധകർ, പരദൂഷകൾ, സംസർഗം പാടില്ല. സംസർഗം, ഈ സംസർഗത്തിലൂടെ ആ വ്യക്തിയിലെ ആ സ്പിരിറ്റ് നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് വരാൻ കാര്യം എന്താ? ആ സ്പിരിറ്റിനെ തോൽപ്പിക്കാനുള്ള അഭിഷേകം നമുക്കില്ലെങ്കിൽ ആ സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് സംസർഗം നമ്മൾ ഒഴിവാക്കണം. മദ്യപാനികൾ, വ്യഭിചാരികൾ, വിഗ്രഹാരാധകർ, കള്ളന്മാർ, തോന്നിവാസം ജീവിക്കുന്നതിനുള്ള ആ ഒരു കൂട്ടുകെട്ടൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. 1 കൊരിന്തോസ് 6:10. അസാൻമാർഗികൾ, വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, സ്വർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. കണ്ടോ? അസാൻമാർഗികൾക്ക് ദൈവരാജ്യമില്ല. വിഗ്രഹ ആരാധകർ, വ്യഭിചാരികൾ, സ്വർഗഭോഗം, പുരുഷനും സ്ത്രീയും തമ്മിൽ പാപം ചെയ്യുന്നു. സ്വർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. പരദൂഷകർ, നാവിൻ്റെ പാപം എന്താ? വചനം പറയുന്നു, നാവ് തീയാണ്, നാവ് ദുഷ്ടതയുടെ ലോകമാണ്. കള്ളം പറയുക, ചീത്തം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, അശ്ലീലം പറയുക, പരദൂഷണം പറയുക,
ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങളാണ്. ഇത് നമ്മൾ ഒഴിവാക്കണം. നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നീ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചിരിക്കണം. കള്ളം പറയുക, കുറ്റം പറയുക, ചീത്ത വിളിക്കുക, മക്കളെ ശപിക്കുക, കെട്ടിയവനെ ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, ചില വായെടുത്ത ചീത്തയെ പറയത്തുള്ളൂ. അങ്ങനെയുള്ള ചില മനുഷ്യരൊക്കെ ഉണ്ട്. ഇത് ശരിക്കും തിന്മയുടെ പ്രവൃത്തിയാണ്. അതെല്ലാം ഒഴിവാക്കുക. പരദൂഷണം പറയുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നാവിനെ നന്നായിട്ട് നമ്മൾ ഒന്ന് നിയന്ത്രിച്ചുകൊള്ളുക. ചില ആളുകൾ വാ തുറന്നാൽ വൈദികരെ കുറ്റം പറയുക, സഭയെ കുറ്റം പറയുക, പിതാക്കന്മാരെ കുറ്റം പറയുക, മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് സ്പിരിറ്റുകളാ. ഒന്ന് സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ്, സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തമായ പൈശാചിക അരൂപികൾ ഇന്ന് സമൂഹത്തിൽ, വ്യക്തികളിൽ, പ്രസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുണ്ട്. സന്യസ്തര്, വൈദികര്, സഭ, പിതാക്കന്മാർ മൊത്തം സഭയെ ഏത് വിധത്തിൽ അപകീർത്തിപ്പെടുത്താൻ, നശിപ്പിക്കാം, അതിനുവേണ്ടി പിശാച് ഉരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ്. സഭാ വിരുദ്ധതയുടെ ദുരാത്മാവ് അനേകരിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് അൺഫെയ്ത്ത്, അവിശ്വാസത്തിന്റെ ആത്മാവ്. ഇന്ന് അനേകം യുവാക്കന്മാരെ പിടികൂടിയിരിക്കുന്ന ഒരു ആത്മാവാണ് അവിശ്വാസം. വിശ്വാസമില്ല. ഈയിടെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാണ്, അവർ സ്കൂളിൽ പഠിക്കുന്ന കാലം +2 വരെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാർ, ഒരു 10-15 പേര് ആ ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ട്. ഒറ്റക്കെട്ടായിരുന്ന കൂട്ടുകാരായിരുന്നു. അതിൽ 2-3 പേര് അക്രൈസ്തർ, ബാക്കി മൊത്തം ക്രിസ്ത്യാനികളാണ്. ആ സഹോദരൻ പറയുകയാണ്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എൻ്റെ കൂട്ടുകാർ ഒറ്റ ഒരെണ്ണം പോലും പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, ഒരു പരിപാടിയില്ല. ഈ മകൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞാൽ ആണ് എൻ്റെ കൂട്ടുകാർ പലരും കല്യാണമൊക്കെ കഴിച്ചു. അന്ന് കല്യാണത്തിന് പള്ളിയിൽ പോയി, അല്ലാതെ പള്ളിയിൽ പോക്കില്ല, കുമ്പസാരമില്ല, കൂദാശയില്ല, അച്ഛന്മാരെ സഭ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ് കേട്ടോ. ഇതുപോലെ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിശ്വാസത്തിൻ്റെ ദുരാത്മാവ് അനേക വ്യക്തികളെ ബന്ധനത്തിലാക്കിയിരിക്കുക. ഈ മേഖലയിലും ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഇവിടെ നമ്മൾ കുറേ പാപത്തിൻ്റെ മേലെ കണ്ടു. വിഗ്രഹ ആരാധന, വ്യഭിചാരം, സ്വർഗഭോഗം, കള്ളത്തരം കാണിക്കുക, അതുപോലെ തന്നെ മദ്യപാനം, പരദൂഷണം, അത്യാഗ്രഹം, കവർച്ച. ഇവർ ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല. അപ്പോൾ ഇതൊക്കെ പാപത്തിൻ്റെ മേഖലകളാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കത്തില്ല എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ കർത്താവിനെ ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് മനഃപൂർവ്വം ഒരു പാപം ചെയ്ത് ഞാൻ വേദനിപ്പിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം ഹൃദയത്തിൽ എടുക്കണം. എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം, എൻ്റെ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം, എൻ്റെ ദൈവത്തിനു വേണ്ടി എന്തു ചെയ്യാം, ഇത് നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കേണ്ടവരാണ്. ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപത്തിൻ്റെ വഴിയിലേക്കും പോകാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അങ്ങനെ നമ്മൾ വളർത്താനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു പാപത്തിൻ്റെ മേഖലയാണ് കൊലപാതകം. ഹോസിയ 9:14 പറയുന്നുണ്ട്. അതായത് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനമാണ് ഹോസിയ 9:14. കർത്താവേ അവർക്ക് കൊടുക്കുക, അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങൾ കൊടുക്കുക. അലസിപ്പോകുന്ന ഗർഭപാത്രം, വരണ്ട സ്ഥലങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. അബോർഷൻ വലിയൊരു പാപമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ട് അബോർഷൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അബോർഷൻ ഒരിക്കലും ചെയ്യാനോ ചെയ്യിക്കാനോ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ പാടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അല്ല, അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപത്തിൻ്റെ വഴികളിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ പശ്ചാത്തപിക്കണം. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.